ഞാൻ എന്റെ അമ്മയെ പോലെ കരുതിയാ പാർവതി കുഞ്ഞമ്മയോടെല്ലാം പറഞ്ഞത്. എനിക്കും രഘുവേട്ടനും രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ആ സ്വർണം പണയം വെക്കാൻ അച്ഛനെ നിങ്ങൾ സഹായിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുത്തശ്ശി തന്നതല്ലേ? അതിനി എന്ത് ചെയ്യണോന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ഞാൻ അച്ഛനോട് പറഞ്ഞതാ. പക്ഷെ അമ്മയുടെ പേരിൽ കിട്ടിയതായതുകൊണ്ട് ഇവിടുത്തെ അനുവാദം കിട്ടിയാലേ അച്ഛനത് എന്തെങ്കിലും ചെയ്യും. അച്ഛന്റെ രീതി അങ്ങനെ ആയിപ്പോയി. എന്നോട് ചോദിച്ചാ അനന്തേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂന്നേ ഞാൻ പറയൂ. പക്ഷെ അനന്തേട്ടന് അമ്മയോട് ചെറിയച്ഛനോട് ചോദിച്ചാ അവരെന്തു പറയുന്ന എനിക്കറിയില്ല. അവര് കേസിന്റെ കാര്യം സംസാരിക്കാൻ മൂർത്തി വക്കീലിനെ കാണാൻ പോയിരിക്കില്ലേ? അവിടെ വെച്ച് സ്വർണത്തിന്റെ കാര്യമൊന്നും സംസാരിക്കാൻ ഇടയില്ല. ഇനിയിപ്പോ അച്ഛൻ മുത്തശ്ശിയോടായിരിക്കും ചോദിക്കാൻ പോകുന്നത്. തറവാട്ടിൽ നിന്ന് തന്ന സ്വർണവും പണയം വെക്കാൻ പോവാണെന്ന് പറയുമ്പോ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ കുഞ്ഞമ്മ? നീ വിഷമിക്കാതിരിക്കാൻ പിളി. അമ്മയോ ഞാനോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒന്നും ഇനി പറയുവോ ചെയ്യുവോ ഇല്ല. തറവാടിന്റെ ഷെയറിന് വേണ്ടി നിങ്ങളെ കേസിന് വിടേണ്ടി വന്നതിൽ തന്നെ എനിക്കും അമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. കേസ് ഒരുപാട് വർഷം നീണ്ടുപോകുന്നൊക്കെ പറയുന്നത് കേട്ടു. അല്ല, അത് ശരിയാണോ കുഞ്ഞമ്മ? അതൊക്കെ നിങ്ങൾ വെക്കുന്ന വക്കീലിന്റെ മിടുക്കു പോലിരിക്കും. നല്ലൊരു അഡ്വക്കറ്റിനെ വെച്ചാ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കുറച്ചുകൂടി വേഗത്തിൽ നടത്താൻ പറ്റും. അയ്യോ, അത്രയും നല്ല വക്കീലന്മാർക്ക് വലിയ ഫീസ് കൊടുക്കേണ്ടി വരില്ലേ? അതൊക്കെ ആര് കൊടുക്കാനാ? ചീരും ദയൊക്കെ കേസ് കൊടുക്കാൻ മുന്നിട്ട് നിൽപ്പുണ്ട്. ഫീസിന്റെ കാര്യം വരുമ്പോ അവരൊക്കെ കൈമലർത്താനാ സാധ്യത. അവസാനം അതും അച്ഛന്റെ തലയിലാവും. അച്ഛന് കേസ് നടത്താൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? കേസ് ബാക്കിയുള്ളവര് നടത്തട്ടെ അമ്പിളി, നീ മാറി നിന്നാ മതി. നിനക്കും രഘുവിനും എന്തെങ്കിലും ആവശ്യം വന്നാ എന്നോട് പറഞ്ഞാ മതി.